പെട്ടെന്ന് വാർത്തയിലേക്ക് പോകാൻ തോന്നുന്നു. വാർത്തയുടെയും പെരുമഴയാണ് ഇന്നത്തെ ദിവസം. ധാരാളം വാർത്തകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവിധ പത്രങ്ങൾ പ്രധാനപ്പെട്ട ലീഡായി നൽകിയിരിക്കുന്ന വാർത്ത തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിലെ സംഘർഷമാണ് പ്രധാനമായിട്ടും വാർത്തയാക്കാൻ സാധ്യതയുള്ളത്. മനോരമയിൽ മുറുകി ആകാശപ്പോര് എന്ന തലക്കെട്ടിലാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം 3-ാം ദിവസവും മിസൈൽ വർഷം എന്നാണ് ഒരു AP-യിലെ ചിത്രം കൂടി പങ്കുവയ്ക്കുന്നുണ്ട് മനോരമ. അത് ഇസ്രായേലിലെ ടെൽ അവീവിൽ ഇറാൻ മിസൈൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളാണ് ചിത്രത്തിൽ ഉള്ളത്. മനോരമയുടെ ആദ്യ പേജിൽ നമുക്ക് കാണാം. ഇസ്രായേലിൽ 10 പേർ കൂടി കൊല്ലപ്പെട്ടു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. 35 പേരെ കാണാതായി. ഇറാനിൽ 406 മരണം എന്നാണ്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വലിയ ഒരു മരണസംഖ്യയുണ്ട് ഇറാനിൽ. എണ്ണശാല, ആണവ നിലയം എന്നിവയ്ക്ക് നേരെ ആക്രമണം നടന്നു. ഇസ്രായേൽ ഇറാൻ ആക്രമണങ്ങളിൽ ഇറാൻ ഇസ്രായേലിലെ ടമാറ, ഹൈഫ, ടെല്ലവീവ്, ഗാസ മേഖലകളിലൊക്കെ ആക്രമണം നടത്തുമ്പോൾ തിരിച്ച് ടെഹ്റാനിൽ, ഷഹ്റൻ എണ്ണ സംഭരണശാലയിൽ, ഇസ്ഫഹാനിൽ, സൗത്ത് പാൾസ് പ്രകൃതി വാതക പാടത്തിൽ ഒക്കെ തിരിച്ച് ഇസ്രായേലും ആക്രമണം നടത്തുന്നു എന്നതാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അതാണ് ആകാശപ്പോരുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ചുള്ള മനോരമയുടെ റിപ്പോർട്ട്. മാതൃഭൂമിയിലേക്ക് വന്ന പ്രധാന വാർത്ത ഈ സംസ്ഥാനങ്ങളുടെ വായ്പ എടുക്കലിന്റെ നിയന്ത്രണം കേന്ദ്രം കടമെടുപ്പ് കടുപ്പിക്കുമെന്നുള്ള വാർത്തയാണ് പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് മാനദണ്ഡം കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 2024 ഏപ്രിൽ 1 വരെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് നൽകിയ ഫണ്ടുകൾ 2025 ഏപ്രിൽ 1 വരെ ഉപയോഗിച്ചില്ലെങ്കിൽ 2026 വർഷത്തെ വായ്പാ പരിധിയിൽ കുറയ്ക്കും. ഇന്നു മുതൽ അരമണിക്കൂർ എക്സ്ട്രാ ക്ലാസ് ആണ് എന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വിദ്യാർത്ഥികളെയും അറിയിക്കട്ടെ. സമയം വർദ്ധിപ്പിച്ചത് ഹൈസ്കൂളുകൾക്കാണ്. രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് വീതമാണ്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിലെ ഹൈസ്കൂൾ വിഭാഗത്തിനുള്ള പുതിയ സമയക്രമം ഇന്ന് നിലവിൽ വരും. സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കും. രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് വീതമാണ് വർദ്ധിപ്പിച്ചത്. 9:45 മുതൽ 4:15 വരെയാകും ക്ലാസ്. UP ഹൈസ്കൂൾ വിഭാഗങ്ങൾക്ക് സ്കൂൾ ആരംഭിക്കുന്നത് വെവ്വേറെ ഘട്ടങ്ങളാകുന്നത് ഒരുമിച്ച് കുട്ടികളെ എത്തിക്കുന്ന ബസ്സുകൾക്കും മറ്റും വാഹനങ്ങൾക്കും അസൗകര്യം സൃഷ്ടിക്കുമെന്നുള്ളൊരു കാര്യമുണ്ട്. സമസ്തയ്ക്ക് ഇക്കാര്യത്തിലൊരു വിരുദ്ധ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മന്ത്രി പറയുന്നത് ആർക്കും പരാതിയില്ല. സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയത് ശരിയായതുകൊണ്ടാവാം പ്രതിപക്ഷം അഭിപ്രായം പറയാത്തതെന്ന് മന്ത്രി വി ശിവൻകുട്ടി കൂടി പറഞ്ഞു. മാത്രമല്ല 5 ജില്ലകളിലുള്ള റെഡ് അലർട്ടിനെ കുറിച്ചുള്ള വാർത്തയും പത്രമാദ്യ പേജിൽ നൽകുന്നു. തീർച്ചയായിട്ടും മാതൃഭൂമിയുടെ തുടക്കത്തിൽ ആദ്യത്തെ പേജ് മഴയിൽ മുങ്ങി എന്നുള്ള വാർത്ത കൂടിയാണ് ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത്. തീവ്രമാകും എന്നുള്ളൊരു അലേർട്ട് കൂടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഹെലികോപ്റ്റർ തകർന്ന് അതായത് ഉത്തരാഖണ്ഡിൽ നിലവിൽ ഹെലികോപ്റ്റർ തകർന്ന വാർത്തയുണ്ടല്ലോ, അതും കൊടുത്തിട്ടുണ്ട്. ഇന്ന് മലയാള മനോരമയിലുള്ള മറ്റൊരു ചിത്രം കടൽക്കലി എന്ന അടിക്കുറിപ്പോടുകൂടിയുള്ളൊരു ചിത്രമാണ്. കൊച്ചിയിൽ ഇന്നലെയുണ്ടായ കനത്ത കടൽക്ഷോഭത്തിൽ ചെറിയ കടവ് മേഖലയിലൂടെ നടന്നു പോകവേ തകർന്ന കടൽ ഭിത്തിക്ക് മുകളിലൂടെ ആഞ്ഞടിച്ച് തിരയിൽപ്പെട്ടയാൾ രക്ഷ നേടാൻ കല്ലിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ചിത്രം മനോരമ ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ മഴയുടെ കെടുതികൾ വാർത്തയാവുന്നു, പശ്ചിമേഷ്യ വാർത്തയാവുന്നു. അതേപോലെ വിമാനാപകടത്തിൽ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും കണ്ടെത്തി എന്ന് മനോരമയിലെ റിപ്പോർട്ടുണ്ട്. വിജയ് രൂപാണി ഉൾപ്പെടെ 47 പേരെ കൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. രൂപാണിയുടെ സംസ്കാരം ഇന്ന് രഞ്ജിതയുടെ പരിശോധനാ ഫലമായില്ല എന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആദ്യ പേജിൽ. അപ്പം അതിലൊരു വലിയ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം കൂടി, ചിത്രം കൂടി മനോരമ ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ചന്ദ്രികയിൽ നിലമ്പൂരംഗത്തിൽ ഇന്നലെ സൂപ്പർ ഞായർ, മഴയിലും ചോരാത്ത ആവേശമായി നമ്മുടെ തലക്കെട്ടാണല്ലോ സൂപ്പർ സൺഡേ. സൂപ്പർ സൺഡേ എന്നാണ് നമ്മൾ ഇന്നലെ കൊടുത്തത്. യഥാർത്ഥത്തിൽ കുട്ടിക്കലാശത്തിന് സമാനമായ ഒരു ഞായറാഴ്ചയായിരുന്നു ഇന്നലെ. VS രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു. അതെ അതെ, VS രഞ്ജിത്തിന്റെ വാക്ക് ഇങ്ങനെയായിരുന്നു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുട്ടിക്കലാശത്തിന്റെ മാറ്റ് ഉള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ കടന്നുപോയത്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ ആക്രമണം തുടർന്ന് ഇസ്രയേലും ഇറാനും തുറന്ന യുദ്ധത്തിലേക്ക് എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത ലീഡ് ചെയ്തിരിക്കുന്നത്. നിലമ്പൂരിൽ നാളെ കുട്ടിക്കലാശം. പൈലറ്റ് അടക്കം കേദാർനാഥിനടുത്ത് ഹെലികോപ്റ്റർ ദുരന്തത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. മാധ്യമത്തിന്റെ ലീഡ് വാർത്തയിലേക്ക് കൂടി മാധ്യമം ഇന്ന് നമ്മുടെ കയ്യിലില്ലേ? ഇന്ന് മാധ്യമമില്ല അല്ലേ? അപ്പോൾ മാധ്യമമുണ്ട്. ശരി മാധ്യമമുണ്ട്. സോറി. പൂർണ്ണ യുദ്ധത്തിലേക്ക് എന്ന ചോദ്യത്തോടു കൂടിയാണ് മാധ്യമം ഇസ്രായേൽ ഇറാൻ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നത്. തകർത്തു പെയ്തു മഴ, 2 മരണം എന്ന തലക്കെട്ടോടുകൂടി മഴ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കെനിയയിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചതും സംഘർഷങ്ങൾക്ക് മധ്യേ G7 ഉച്ചകോടിക്ക് തുടക്കമെന്ന വാർത്തയും കേദാർനാഥിലെ അപകടവും മാധ്യമം ആദ്യ പേജിൽ പ്രധാനപ്പെട്ട വാർത്തകളാക്കുന്നു. മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ കൂടി നമുക്കൊന്ന് നോക്കിപ്പോകണം. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിവാദം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ. പക്ഷേ മാധ്യമത്തിൻ്റെ ഇന്നത്തെ എഡിറ്റോറിയൽ ഇസ്രായേൽ ഇറാൻ വിഷയത്തിലാണ്. നിഷ്പക്ഷതയല്ല ഇസ്രായേൽ പക്ഷം.
തീരുമാനം നിഷ്ഠൂരമായ വംശഹത്യയും യുദ്ധക്കുറ്റങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിച്ചേക്കാവുന്ന ഒരു അവസരത്തിൽ മുഖം തിരിച്ചു മാറി നിന്നതിന് നാം ചരിത്രത്തോട് മാപ്പ് പറയേണ്ടി വരും എന്ന നിലപാടാണ് മാധ്യമം പത്രം ഇതിൽ സ്വീകരിക്കുന്നത്. ദേശാഭിമാനിയിലെ എഡിറ്റോറിയലിലേക്ക് എത്തിയാൽ ഇനിയെങ്കിലും കേന്ദ്രം കണ്ണു തുറക്കുമോ എന്നുള്ളതാണ്. വായ്പ എഴുതിത്തള്ളാതിരിക്കാൻ യൂണിയൻ സർക്കാർ സമർപ്പിച്ച മുടന്തൻ ന്യായം കേരള ഹൈക്കോടതി തള്ളിക്കളഞ്ഞെന്നത് പ്രതീക്ഷയേകുന്നു. മാത്രമല്ല, വായ്പ എഴുതിത്തള്ളാൻ യൂണിയൻ സർക്കാരിന് ഭരണഘടന അധികാരം നൽകുന്നുണ്ടെന്നും കോടതി പറഞ്ഞതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത്. കള്ളനാണയങ്ങളെ നിലമ്പൂർ തിരിച്ചറിയുന്നു എന്ന പേരിൽ പുത്തലത്ത് ദിനേശിൻ്റെ ഒരു ആർട്ടിക്കിളും ദേശാഭിമാനി ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. ദ ഹിന്ദുവിലേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത് 2 പേജുകളും ജാക്കറ്റുകളാണ്. പ്രത്യേകിച്ച് ഈ പരീക്ഷ എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നതിനെ തുടർന്ന് ഒരുപാട് പരസ്യം പത്രങ്ങളിലുണ്ട് അല്ലേ. ഹെലികോപ്റ്റർ ക്രാഷ് ആണ് പ്രധാനപ്പെട്ട വാർത്ത. കേദാർനാഥിൽ ചാർധാം റൂട്ടിൽ ഹെലികോപ്റ്റർ തകർന്ന് 7 പേർ മരിച്ച വാർത്ത വലിയ വാർത്തയായി ദ ഹിന്ദു നൽകുന്നു. ഇറാൻ വോസ് സിവിയർ റെസ്പോൺസ് ടു ഇസ്രയേൽ ആസ് ക്രൈസിസ് ഇൻറ്റൻസിഫൈസ്. സംഘർഷം മൂർച്ഛിക്കുന്നതിനിടയിൽ ഇറാൻ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് വാൺ ചെയ്തിരിക്കുന്നതാണ് മറ്റൊരു വാർത്തയായി നൽകിയിരിക്കുന്നത്. DNA 86 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അഹമ്മദാബാദിൽ നിന്നുള്ള വാർത്തയായിട്ട് ദ ഹിന്ദു നൽകുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് വാർത്തകൾ വരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് കലാശക്കൊട്ട് അടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നാളെയാണ് കലാശക്കൊട്ട് അല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും പ്രചരണം ഉണ്ടാവും. പക്ഷേ പ്രചരണത്തിന് ഭീഷണിയായി നിൽക്കുന്നത് മഴയാണ് അല്ലേ. മഴ ഇങ്ങനെ തിമർത്തു പെയ്യാണ്. വടക്കൻ ജില്ലകളിൽ തകർത്തു തിമിർത്തു കിടുക്കി എന്ന് പറയുന്നത് പോലെയാണ് മഴയുടെ അവസ്ഥയിലാണ് മഴ പെയ്യുന്നത്. അതെ. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്, അപകടങ്ങളുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോഴും ചില അപകടങ്ങളുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ചില സ്ഥലത്തുണ്ട്. പക്ഷെ മഴക്കെടുതി അത്ര നമുക്ക് ഭീതിപ്പെടുത്തിയിട്ടില്ല. കടൽ തീരം എങ്ങനെയാ? കടൽ തീരം അതുപോലെ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം അത്രയായിട്ടില്ല. അപ്പൊ ശാന്തമായ ഒരു വാർത്ത തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ചായ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കും. ചായ കുടിച്ചു വരാം. ഓക്കെ, താങ്ക് യു.